എല്ലാവർക്കും നമസ്കാരം. ഈ പ്രായാധിക്യം, അതായത് ഓൾഡ് ഏജ്, ഒരു വലിയ പ്രശ്നമാണ് അല്ലേ? നമ്മളൊരു നല്ല ജീവിതം നയിക്കുക, അതുപോലെ തന്നെ നല്ല മരണവും ആഗ്രഹിക്കുക. അങ്ങനെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ജീവിത വിജയികൾ. പ്രായമാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രായാധിക്യം എന്ന് പറയുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ പലരും അത് അത്ര ഗൗനിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രായാധിക്യം നമ്മൾ സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടിലാകുന്ന ചില കാര്യങ്ങൾ പറയാം. പ്രായമാവുമ്പോൾ വല്ലായ്മയുണ്ടാകും, അസുഖങ്ങളുണ്ടാകും. എന്നാൽ ഇവരെ ട്രീറ്റ് ചെയ്യുന്നവർ, ശുശ്രൂഷിക്കുന്നവർ ആരോ ആയിക്കോട്ടെ, ഭാര്യ ആയാലും ഭർത്താവായാലും പ്രിയപ്പെട്ട മക്കളായാലും എത്ര അടുത്തവരായാലും, ഈ പ്രായമുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രായമായവർക്ക് അവരുടെ യൗവന കാലത്ത്, അതായത് യൂത്ത് സമയത്ത് ഉണ്ടായിരുന്ന സ്വഭാവ രീതിയായിരിക്കില്ല. അവർ കുട്ടികളെ പോലെ എന്തെങ്കിലും പിറുവിറുത്തുകൊണ്ട് ഇരിക്കുകയും ലക്കില്ലാതെ പലതും പറഞ്ഞെന്നും വരാം. അതോടൊപ്പം തന്നെ ഈ പ്രായമായവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. അതായത് അവരുടെ ശരീരം ക്ഷീണിച്ചത് കൊണ്ടാണ്, ശരീരം ചുക്കിച്ചുളിഞ്ഞത് കൊണ്ടാണ് ഞാൻ യൗവനകാലത്തുണ്ടായിരുന്ന അത്ര സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് എനിക്ക് തരാത്തത് എന്നുള്ള ചിന്ത. എനിക്ക് പ്രായമായതുകൊണ്ടാണ് എന്നെ നല്ലവണ്ണം നോക്കാത്തത്, എന്നെ ശുശ്രൂഷിക്കാത്തത്. എന്നാൽ ഞാൻ ഇവരുടെ കുട്ടിക്കാലത്ത് ഇവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നു, എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് അവരുടെ മനസ്സിലുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പ്രായമുള്ളവരെ ട്രീറ്റ് ചെയ്യുക, ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതും മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്നതുമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം പുറമെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രായമായവരെ ശുശ്രൂഷിക്കുന്ന ആൾ, അവരാരോ ആയിക്കോട്ടെ, ഈ പ്രായമായവരെ കാണാൻ വരുന്ന ബന്ധുക്കളോ അവരുടെ സ്നേഹിതന്മാരോ വന്നു കഴിഞ്ഞാൽ ഈ വിസിറ്റേഴ്സ് പ്രായമായവരെ സാന്ത്വനപ്പെടുത്തുക, അവരെ പറ്റി അന്വേഷിക്കുക എന്നല്ലാതെ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന, ഇവരെ ശുശ്രൂഷിക്കുന്നവരെ പറ്റി ഒരക്ഷരം പലരും പറയാറില്ല, ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. ഇത് ഈ ശുശ്രൂഷിക്കുന്നവരെ വളരെ പ്രയാസപ്പെടുത്തുന്നൊരു കാര്യവും കൂടിയാണ്. കാരണം ഈ പ്രായമായവരെ ശുശ്രൂഷിക്കുന്നവർക്കുണ്ടാകുന്ന പ്രയാസം ഈ പ്രായമായവരെക്കാൾ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ഇവരെ ശുശ്രൂഷിക്കുന്നവർ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവരെ നമ്മൾ അറിയണം, അവരുടെ പൾസ് നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ആത്മാർത്ഥതയും ക്ഷമയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോഴാണ് ഈ ശുശ്രൂഷിക്കുന്നവർക്ക് മാനസികമായി കുറച്ചെങ്കിലും സന്തോഷമുണ്ടാവുകയും അവർക്ക് വീണ്ടും കൂടുതൽ ഉത്സാഹത്തോടു കൂടി ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു മനസ്സ് വരികയും ഉന്മേഷമുണ്ടാവുകയുമുള്ളൂ. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് അറിയുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 UAE ടൈം, 3 PM ഇന്ത്യൻ ടൈം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ, ബൈ ഫ്രം MV മോട്ടിവേറ്റ്.